അതേസമയം കൂടുതൽ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും കണ്ടെടുക്കുന്നുമുണ്ട്. ദയനീയമായ കാഴ്ചകളാണ് വയനാട്ടിലെ ഈ പ്രദേശത്ത് മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ചാലിയാർ പുഴയിൽ നിന്നും ശരീരഭാഗങ്ങൾ കിട്ടി. ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് ഷബീർ കൂടി ചേരുകയാണ്. ഷബീർ, ഇന്ന് എത്ര മൃതദേഹങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്? എന്താണ് വിവരങ്ങൾ? മഞ്ജുഷ്, ഇന്നലെ രാത്രി വൈകും വരെയും നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ മേപ്പാടിയിലെ ആശുപത്രിയോട് ചേർന്നുള്ള സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ പ്രത്യേക ഫ്രീസർ സംവിധാനത്തോടെ സജ്ജീകരിച്ചിരിക്കുന്ന ഹാളിലേക്ക് രാത്രിയോടെ കൂടുതൽ മൃതദേഹങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് ഇപ്പോൾ കൂടുതലായി മൃതദേഹങ്ങൾ ഇപ്പോഴാണ് കടന്നു വരുന്നത്. അതിനുള്ള ഒരു കാത്തിരിപ്പിലാണിപ്പോൾ. അവിടെ നിന്നും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഇങ്ങോട്ട് അയച്ച മൃതദേഹങ്ങളൊക്കെ ഇവിടെ ഈ ഹാളിൽ ആളുകൾക്ക്, കുടുംബാംഗങ്ങൾക്ക് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളോടെ ഫ്രീസർ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ വഹിച്ചുള്ള വാഹന വ്യൂഹം, അതൊരു കോൺവോയ് അടിസ്ഥാനത്തിലുള്ള വാഹന വ്യൂഹമായി ഇന്നലെ എങ്ങനെയാണോ രാത്രിയിൽ വന്നത്, രാത്രി വൈകുവോളം വന്നത്, അതേ രീതിയിൽ തന്നെ ഇന്നും മൃതദേഹങ്ങൾ വരുമെന്നാണ് നമ്മൾ അത് പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. മൃതദേഹങ്ങൾ അല്പസമയത്തിനകം തന്നെ മേപ്പാടി ടൗൺ കടന്ന് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. ഏതായാലും നമുക്കിപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ആളുകൾ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഒരിക്കൽ കൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്നലെ പകൽ മുഴുവനും രാത്രിയിലുമൊക്കെ വന്ന മൃതദേഹങ്ങളിലൊക്കെ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. പക്ഷെ അതിലൊന്നും തങ്ങളുടേതായ ബന്ധുക്കളെ കണ്ടെത്താനാകാത്തവർ ഒരിക്കൽ കൂടി പ്രതീക്ഷ കൈവിടാതെ ഇനിയിപ്പോൾ നിലമ്പൂരിൽ നിന്നും കോൺവോയ് അടിസ്ഥാനത്തിൽ കടന്നുവരുന്ന ഈ വാഹന വ്യൂഹത്തിൽ, ഈ ആംബുലൻസ് വ്യൂഹത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. അതിന്റെ കാഴ്ചകളാണ്. തൊട്ടപ്പുറത്താണ് മൃതദേഹങ്ങൾ വെക്കുന്ന സ്കൂൾ ഹാൾ ഉള്ളത്. ആ ഹാളിന്റെ പരിസരത്ത് ആളുകൾ വലിയ തോതിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇതുവഴിയാണ് മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രദേശം മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പായിട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളാണ്. മുകളിൽ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിൽ നിന്നും വലിയ തോതിലുള്ള ഒരു ദുരന്തം നേരിട്ടപ്പോൾ അതിൽ നിന്നും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വന്നവർ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, അവരെ ഇന്നലെ വൈകിട്ടോടെ, മിനിഞ്ഞാന്ന് വൈകിട്ട് താൽക്കാലിക പാലം നിർമ്മിച്ച് അവരെ പുറത്തെത്തുകയും അവരെ പാർപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളാണ് ഈ സ്കൂളിന്റെ മുകൾ നിലയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഈ ഹാളിലാണ്. അവർക്കിപ്പോൾ ഉച്ചഭക്ഷണം വിളമ്പുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ കാണാനാവുന്നത്. വളരെ സങ്കടകരമായ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വന്തം വീടുകളിൽ കിടന്നുറങ്ങിയിരുന്നവർ, ഒരുപാട് പ്രതീക്ഷകളോടുകൂടി മക്കളോടും കുടുംബത്തോടുമൊപ്പം വീടുകളിൽ കിടന്നുറങ്ങിയിരുന്ന ആളുകൾ ഇന്ന് ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും ഒന്നുമില്ലാത്തവരായി മാറുന്ന കാഴ്ച. തങ്ങളുടേതായി തങ്ങൾ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നഷ്ടമാകുന്നു. തങ്ങളുടെ ഉറ്റവരെയും ഉടവരെയും കാണാതാവുന്നു, ഇല്ലാതാകുന്നു. പലരുടെയും വേർപെട്ട ശരീരങ്ങൾ മാത്രം ബാക്കിയാകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ സങ്കടത്തോടെയും വിഷമത്തോടെയും കൂടി മറ്റു നിർവാഹമൊന്നുമില്ലാതെ കഴിയുന്ന ആളുകളുടെ ചില ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ക്യാമ്പ് ഏറ്റവും 8,000-ഓളം വരുന്ന ആളുകളാണ് മൊത്തത്തിൽ ഈ ദുരന്തത്തിൽപ്പെട്ട് ചൂരൽമല, അട്ടമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. 8,000-ത്തിലധികം വരുന്ന ആളുകളെയാണ്. അതിലേറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഈ മേപ്പാടി ടൗണിനോട് ചേർന്ന, മേപ്പാടി ആശുപത്രിയോട് ചേർന്ന ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ബഹുനില കെട്ടിടങ്ങളിലാണ്. ഇവിടെ 350-ലധികം ആളുകളെ ഇവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അവർക്കിപ്പോൾ ഉച്ചഭക്ഷണം നൽകുന്ന സമയമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടി ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങളൊക്കെ ഇന്നലെ രാവിലെ മുതൽക്ക് തന്നെ, ഈ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചത് മുതൽക്ക് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. സന്നദ്ധ സംഘടനകളെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സന്നദ്ധ പ്രവർത്തകരാണ് അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. അവരെല്ലാവരും കൈമെയ് മറന്ന് പ്രവർത്തിച്ചു
പ്രവർത്തിച്ചുകൊണ്ട് ഈ തങ്ങളുടെ വീടുകളിൽ കിടന്നുറങ്ങിയിരുന്നവർ, തങ്ങളുടെ വീടുകളിൽ ഭക്ഷണം കഴിച്ചിരുന്നവർ, തങ്ങളുടേതായ ലോകത്ത് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നവർ, അവരുടെ എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിക്കപ്പെട്ട് ഇവിടെ കടന്നു വന്നപ്പോൾ അവരെ ചേർത്തു പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് പൂർണ്ണമായും ഇത് അവരെ ഉദ്ദേശിച്ച അർത്ഥത്തിൽ അവർക്കിവിടെ സൗകര്യങ്ങൾ ലഭിക്കുമെന്ന് നമുക്കൊരു തരത്തിലും പറയാനാകില്ല. എങ്കിൽ പോലും അവർക്ക് നൽകാവുന്ന തരത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു നൽകുന്ന ഒരു പ്രവൃത്തിയിലാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെ എല്ലാം മുഖത്ത് സങ്കടം നിഴലിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഈ ക്യാമ്പിലുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരാണ്, ബന്ധുക്കളെ നഷ്ടപ്പെട്ടവരാണ്, പിതാവിനെയും മക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് വീട്ടിൽ താമസിക്കുന്ന തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും തങ്ങളുടെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും ഒക്കെ നഷ്ടപ്പെട്ടവരാണ്. ഇതിൽ പലരും നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണിച്ചതുപോലെ അവരുടെയൊക്കെ ഉള്ളിൽ ഈ ദുരന്തത്തിന്റെ നേർചിത്രം കണ്ടതിന്റെ ആ ദുരന്തം അവരുടെ മനസ്സിൽ ഇപ്പോഴും വിങ്ങലോടെ കാത്തു നിൽപ്പുണ്ട്. നേരത്തെ ഒരു കുടുംബം നമ്മളോട് സംസാരിച്ചപ്പോൾ അവരുടെ വീട് പൂർണ്ണമായും മണ്ണിലടിയുന്നത് അവർ നോക്കി നിൽക്കുകയായിരുന്നു തൊട്ടപ്പുറത്തെ ഒരു ഷെഡിൽ നിന്നുകൊണ്ട്. അതിനുശേഷം അങ്ങോട്ടും വെള്ളം കയറിയപ്പോൾ അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നാലംഗ കുടുംബം കൊച്ചുകുട്ടിയടക്കം എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുകയും ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ അടിയിൽ അഭയം തേടുകയും പിന്നീട് പുലർച്ചെ വരെ അവിടെ കഴിച്ചുകൂട്ടി രാവിലെ ആ പ്രദേശത്ത് തന്നെയുള്ള രക്ഷപ്പെട്ട ആളുകൾ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും പിന്നീട് അന്ന് വൈകുന്നേരത്തോടെയാണ് പട്ടാളം സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ പുറത്തു കടന്നവരാണ്. അങ്ങനെ അവരുടെയൊക്കെ അതിന്റെ ആ ദുരന്തം നേരിട്ട് കണ്ടതിന്റെ വേദന അവരുടെയൊക്കെ മുഖത്ത് ഇപ്പോഴും നിഴലിച്ചു നിൽക്കുന്നുണ്ട്. പലപ്പോഴും അവരൊക്കെ പറയുന്നത് കാലങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ്, കുടിയേറ്റ മേഖലയാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ് അവരിൽ ഭൂരിഭാഗവും. മറ്റു സ്ഥലത്തു നിന്നും കുടിയേറി വന്നവരുടെ മക്കളായി ഇവിടെ ജനിച്ചു വളർന്ന് ഇക്കാലം അത്രയും അവിടെയാണ് ജീവിച്ചത്. ഈ ചെറിയ പുഴ അവരുടെ വീടിന് കുറച്ചപ്പുറത്തുകൂടെയായി ശാന്തമായി ഒഴുകുന്നത് അവർ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഇന്നോളം ഇത്തരത്തിലുള്ള ഒരു ഭീകരത അവർക്ക് കാണാനായിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഈ മല പൊട്ടിയൊഴുകുമെന്നോ, തങ്ങളുടെ വീടിന്റെ മുകൾ ഭാഗത്തായി നിൽക്കുന്ന വലിയ മല, കർപ്പൂരക്കാട് അടക്കമുള്ള ആ വലിയ മല ഇത്തരത്തിൽ ഏക്കറുകളോളം വിസ്തൃതിയിൽ പിഴുതെറിയുമെന്നോ, മരങ്ങളും വെള്ളവും മണ്ണും കൂട്ടമായി തങ്ങളുടെ വീടുകൾക്ക് മേൽ പതിക്കുമെന്നോ അവരാരും കരുതിയിരുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ക്യാമ്പിലും കാണാവുന്നതാണ്. ഒരുപാട് ഇതര സംസ്ഥാനക്കാർ, അതിഥി തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരും ഇപ്പോൾ ഈ ക്യാമ്പിലുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി പറയുകയാണെങ്കിൽ അവരും കൂട്ടത്തോടെ, കുടുംബത്തോടെ, അല്ലെങ്കിൽ കുറെ കുടുംബങ്ങളായി ഒരുമിച്ച് ഇവിടെ വന്ന് തേയിലത്തോട്ടങ്ങളിലൊക്കെ ജോലിയെടുക്കുന്നവരാണ്. അതുപോലെ ഈ റിസോർട്ടുകളിലൊക്കെ ഭക്ഷണം പാകം ചെയ്യാൻ മറ്റ് നേപ്പാൾ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും വന്ന ആളുകളെയൊക്കെ ഉണ്ട്. അവർക്കും അവരുടെയൊക്കെ ഉറ്റവരെ നഷ്ടമായിരിക്കുന്നു. അവരുടെയൊക്കെ ഉറ്റവർ പലരും മറ്റു സംസ്ഥാനങ്ങളിലാണ്, മറ്റു രാജ്യങ്ങളിലാണ്. അവർക്കൊക്കെ ഇവിടെ വന്ന് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനും ഒന്നും ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പോൾ അവരിൽ പലരും നമ്മളോട് നേരത്തെ പറഞ്ഞത്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരായ ഞങ്ങളുടെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പല കുടുംബങ്ങളെയും ഒരു തരത്തിലും കാണാനില്ല, അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവരുടെ കുടുംബാംഗങ്ങളൊന്നും അവിടെ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവർക്കെല്ലാം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഭക്ഷണം നൽകുകയാണ്. ശരി ഷബീർ, ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പിലെ ദൃശ്യങ്ങൾ കാണാം. അതോടൊപ്പം തന്നെയാണ് രക്ഷാദൌത്യം മുണ്ടക്കയിലും ചൂരൽമലയിലും പുരോഗമിക്കുന്നതും. ദുരിതാശ്വാസ ക്യാമ്പുകളെ കുറിച്ച് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പുനരധിവാസമാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അതുവരെ ഇവർക്ക് ക്യാമ്പുകളിൽ തുടരാൻ കഴിയും. ഒരു സ്ഥിരം സംവിധാനമല്ല ക്യാമ്പുകൾ, പക്ഷേ പുനരധിവാസത്തിന് മുൻപ് അവർക്ക് ക്യാമ്പുകളിൽ തുടരാം. കുട്ടികളുടെ